ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒറ്റ പ്ലെയറെ കുറിച്ച് സംസാരിക്കാനാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പ്ലെയറിലേക്ക് കിടക്കാം, ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. യെസ്, ആരാണ് ആ പ്ലെയർ? അതെ, സങ്കാര. ഫ്രഞ്ച് ലീഗില് ഇപ്പോൾ RC ലെൻസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണ് സങ്കാര. നമ്മൾ ഇതുവരെയുള്ള ട്രാൻസ്ഫർ റൂമേഴ്സിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ബാക്കി നമ്മൾ പ്ലേയേഴ്സിന്റെ ലിസ്റ്റിലോ ഒന്നും ഇതുവരെ കേൾക്കാത്ത ഒരു പേരായത് ഈ സങ്കാരനെ കുറിച്ചുള്ള. പെട്ടെന്ന് ഈ വീക്കില് ലാസ്റ്റിലാണ് പെട്ടെന്നൊരു ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. സങ്കാരയിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ന്യൂസ് പല കോണിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ്, അല്ലെങ്കിൽ ആരാണ് ഈ സങ്കാര, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നൊരു മൂവ്മെന്റ് സങ്കാരയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത്? ആദ്യം ലിവർപൂൾ, അതിനു മുമ്പ് ആഴ്സണൽ, ന്യൂകാസ്റ്റിൽ, അങ്ങനെ പല പേരുകൾ സങ്കാരയ്ക്ക് പിന്നിലുണ്ടെന്ന് കേട്ടിരുന്നു. ഒരിക്കലും യുണൈറ്റഡിന്റെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെന്റ് യുണൈറ്റഡും ആ റേസിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിലുള്ള ടാർഗറ്റ്, യങ് ടാർഗറ്റിലേക്ക് സങ്കാരയിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതെ, എന്താണ് ഈ സങ്കാര, അല്ലെങ്കിൽ സങ്കാര എന്നുള്ള പ്ലെയർ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റു ടീമുകളിൽ അടക്കം അല്ലെങ്കിൽ യുണൈറ്റഡ് അടക്കം ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ആദ്യം ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗിൽ ആണ് കളിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ട് ഫ്രഞ്ച് ലീഗിൽ RC ലെൻസ് കഴിഞ്ഞ തവണ ഏകദേശം ഒരു 8 മില്യൺ ഒരു ഡീലില് പുള്ളിക്കാരൻ ട്രാൻസ്ഫറിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നീട് പുള്ളിക്കാരൻ RC ലെൻസിൽ സ്ഥിരം സ്റ്റാർട്ടറായി. ഒരു യങ്ങറാണ്. ഫ്രഞ്ച് ലീഗ് നമുക്കറിയാം കുറച്ചുകൂടി ഫിസിക്കാലിറ്റി കൊടുക്കേണ്ട ഗെയിംസുകൾ ഉള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ, അതായത് പ്രീമിയർ ലീഗ് പോലെ തന്നെ പ്രീമിയർ ലീഗിന്റെ അത്ര പേസി അല്ലെങ്കിലും ഫിസിക്കലി അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ലീഗുകളിൽ ഒന്നാണ് ഫ്രഞ്ച് ലീഗ്. നമ്മൾ പെട്ടെന്ന് പറയും ഈ പ്ലേയേഴ്സ് പ്രീമിയർ ലീഗാണ് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റു ലീഗുകളെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ പോലും ഫ്രഞ്ച് ലീഗിൽ ഫിസിക്കലി നിന്നുപോകാൻ, അല്ലെങ്കിൽ ഫിസിക്കലി അത് അഡാപ്റ്റ് ചെയ്ത് അതിനോട് ഒത്തു ചേർന്ന് പോവുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിൽ സങ്കാരെ മികച്ചു നിന്നു, വിജയിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ RC ലെൻസിന്റെ ഈ ലാസ്റ്റ് സീസണിലെ ഒട്ടുമിക്ക കളിയിലും പുള്ളിക്കാരൻ സ്റ്റാർട്ടറായിരുന്നു. RC ലെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, RC ലെൻസ് ഈ വട്ടം ഫിനിഷ് ചെയ്തിട്ടുള്ളത്, അതായത് ഫ്രഞ്ച് ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള പോയിന്റ് ടേബിൾ ഫിനിഷ് ചെയ്തിട്ടുള്ള 2ാം സ്ഥാനത്താണ്. PSG ആണ് 1ാം സ്ഥാനത്ത് 76 പോയിന്റുമായിട്ട്. PSG ആണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്താണ് RC ലെൻസ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ 2ാം സ്ഥാനത്ത് RC ലെൻസ് ഫിനിഷ് ചെയ്തതിന് മുഖ്യ പങ്കുവഹിച്ച ഒരു വ്യക്തികളുള്ള ഒരാളാണ് സങ്കാരെ എന്ന് പറയുന്നത്. പുള്ളിക്കാരെ കുറിച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു പ്രോപ്പർ സെൻട്രൽ മിഡ്ഫീൽഡർ മാത്രമല്ല, ആളൊരു ഡിഫെൻസീവായിട്ട് വളരെയധികം വർക്ക് റേറ്റ് എടുക്കുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ബോൾ റിക്കവറീസ്, വളരെ വേഗത്തിൽ ബോൾ റിക്കവറി ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് പ്ലെയറാണ്. അഡാപ്റ്റിംഗ് കപ്പാസിറ്റി, അതായത് ഒരു ലീഗിൽ നിന്ന് മറ്റൊരു ലീഗിലേക്ക് വരുമ്പോൾ ആ ലീഗിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ആ ലീഗിലുള്ള എന്താണ് ആ ലീഗിലുള്ള സിറ്റുവേഷൻ, അതനുസരിച്ച് ഏറ്റവും വേഗത്തിൽ പൊരുത്തപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. കാരണം നമുക്കറിയാം ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗിൽ നിന്ന് ഒറ്റൊരു സുപ്രഭാതത്തിൽ ഫ്രഞ്ച് ലീഗിലേക്ക് വന്നു. ഈസി ആയിട്ട് അവിടെ അഡാപ്റ്റ് ചെയ്ത് പുള്ളിക്കാരൻ ആ ടീമിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം കിട്ടി. കൂടാതെ ആ ടീം 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അതുകൊണ്ട് അഡാപ്റ്റിംഗ് കപ്പാസിറ്റി വളരെ അധികമുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ബോൾ റിക്കവറീസ്, വളരെ വേഗത്തിൽ പേസി ആയിട്ട് ബോൾ റിക്കവറി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഒരു ടൈപ്പിൽ കൗണ്ടർ അറ്റാക്കിംഗ്, അതായത് ഓപ്പോണന്റ് ടീം നമ്മൾക്കെതിരെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഏറ്റവും വേഗത്തിൽ ബാക്കപ്പ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. നമ്മുടെ ഡിഫെൻസീവിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള സമയത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് സ്പീഡി ആയിട്ട് ബോൾ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു യങ് പ്രൊഡക്റ്റാണ് 23-കാരനായിട്ടുള്ള സങ്കാരെ എന്ന് പറയുന്നത്. ആൾക്ക് കുറച്ച് ഡ്രോബാക്കുകൾ ഉണ്ട്. ആൾ കുറച്ച് അഗ്രസീവ്നെസ് ആണ്. ആൾ കുറച്ച് ആവശ്യമില്ലാതെ ഫൗൾ, ആവശ്യമില്ലാത്ത കാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു മെന്റാലിറ്റി ഉള്ള പ്ലെയർ ആണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, ആ ഒരു ടൈപ്പ് വെച്ച് നോക്കുമ്പോൾ ആളുടെ ഡീമെറിറ്റ്സ്, അല്ലെങ്കിൽ ആളുടെ ഒരു വീക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫൈനൽ തേർഡിലേക്ക് കൊടുക്കുന്ന പാസുകൾ, അതുപോലെ തന്നെ ഫൈനൽ തേർഡിലേക്കുള്ള ഡിസിഷൻ മേക്കിംഗ്, അതായത് ഗോൾ സ്കോറിംഗ് ടാർഗറ്റ് ഷോട്ട്, അതൊക്കെ പുള്ളിക്കാർ കുറച്ച് വീക്കാണ്. പക്ഷെ നമുക്കറിയാം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യങ്
ടാലന്റ് തന്നെയാണ് സങ്കാര എന്ന് പറയുന്നത്. ഫ്രഞ്ച് ലീഗ് ഇത്രയും വേഗത്തിൽ ആൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും പ്രീമിയർ ലീഗ് ആൾക്ക് വളരെ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ചെൽസിയുടെ കസീഡയുടെ ഏറെക്കുറെ ഒരു അതുപോലെയുള്ളൊരു പ്ലെയർ ആയിട്ടാണ് ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്ന ഈ സങ്കാരെ കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം കസീഡയുടെ ഒരു പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ ചെൽസിയുടെ ഡൗൺ ടൈമിലാണെങ്കിൽ പോലും കസീഡോ ആളുടെ ഒരു എന്താ പറയാ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് മിക്ക കളിയിലും ആൾ കാണിക്കാറുണ്ട്. അതുപോലെ ആ ടൈപ്പ് ഞാൻ പറയുന്നത് ഒരു കമ്പാരിസൺ അല്ല, അതായത് ഇന്ന പ്ലെയർ അങ്ങനെ ഒരു കമ്പാരിസൺ അല്ല, ആ ഒരു ടൈപ്പ് പ്ലെയർ ആണ് സങ്കാര എന്ന് പറയുന്നത്. നമുക്ക് എന്തുകൊണ്ടും ഒരു ബാക്കപ്പ്, അല്ലെങ്കിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, നമുക്ക് ഒരുപാട് കളികൾ അല്ലെങ്കിൽ ഒരുപാട് മത്സരങ്ങൾ ത്രൂ ഔട്ട് വരുന്ന സാഹചര്യത്തിൽ റൊട്ടേഷൻ പോളിസീസ് കൃത്യമായിട്ട് നടക്കണം. ഈ റൊട്ടേഷൻ പോളിസിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വീക്ക്നെസ് വരുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് തന്നെയാണ്. ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നമുക്ക് ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് 1, 2, 3 അധികം പ്ലേയേഴ്സ് വരുന്നത് വളരെ അധികം നല്ലതാണ്. എനിക്ക് തോന്നുന്നു സങ്കാരയുടെ പ്രൈസ് ടാഗ് ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ലിങ്ക് വരുന്ന ഏതൊരു പ്ലെയറിനും നിലവിൽ 10 മില്യൺ ആണെങ്കിൽ ഒറ്റയടിക്ക് അത് 30, 25 കൂടും, ഉറപ്പുള്ള കേസാണ്. സങ്കാരയുടെ പ്രൈസ് ടാഗ് ഏറെക്കുറെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പൊ കേൾക്കാൻ കഴിയുന്ന ന്യൂസ് 25 to 35 ഉള്ളിൽ കിട്ടും എന്ന് ഒരു ടീം അല്ലെങ്കിൽ ഒരു മീഡിയാസ് ടീം പറയുന്നു. ചില ടീംസ് പറയുന്നു 30 to 40 ചാൻസ് ഉണ്ട്, ചില ടീംസ് പറയുന്നു 30 to 35 ചാൻസ് ഉണ്ട്. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 25 to 30 ഉള്ളിൽ നമുക്ക് ഈ പ്ലെയറെ സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ചീപ്പർ റേറ്റ് ഒന്നുമല്ല, ഒരു 25-30 ഉള്ളിൽ നമുക്ക് ഈ പ്ലെയർ ഇപ്പോ സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ അധികം ബെനിഫിറ്റ് ഇന്നത്തെ നമ്മുടെ ഈ സ്ക്വാഡിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം അത്രയും യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, അത്രയും വേഴ്സിറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലെയർ ആണ്, ടീം എഫേർട്ട് വളരെയധികം എടുക്കുന്ന ഒരു പ്ലെയർ ആണ്. ഇത്രയും യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ നമുക്ക് ഇത്രയും ചെറിയൊരു റേറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വളരെ നല്ല ഒരു മൂവ് ആയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്തായാലും എനിക്ക് സങ്കാര ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലേവിസ് ഹാൾ തന്നെ ആയിരിക്കും. പുള്ളിക്കാരന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യും, പുള്ളിക്കാരനായിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ മത്തേസ് ഫെർണാണ്ടസിന്റെ ഡീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ലെഫ്റ്റ് ബാക്കിലേക്ക് തന്നെയായിരിക്കും പോവുക. പക്ഷെ സങ്കാരെ ഉള്ളൊരു ഓപ്ഷൻ എന്തായാലും ഓൺ ആയിട്ടുണ്ട്. ഈ പ്ലെയറെ എന്തായാലും നമ്മൾ സൈൻ ചെയ്യില്ലേ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ വളരെ മികച്ച ഒരു യങ് ടാലന്റ് ആണ്. നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കോബി മൈനു പോലെ കൊണ്ട് വെക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ളൊരു പ്ലെയർ ആണ് എന്തായാലും സങ്കാരെ. നമുക്ക് നോക്കാം സങ്കാരയിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോവോ അതോ ഇനി വേൾഡ് കപ്പ് നടക്കുകയാണ്, വേൾഡ് കപ്പ് ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, വേൾഡ് കപ്പിൽ പെർഫോമൻസ് വെച്ചിട്ട് മറ്റ് പ്ലേയേഴ്സിലേക്ക് ടാർഗറ്റിലേക്ക് നമ്മൾ നീങ്ങുമോ? നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് ആരായിരിക്കും എന്നതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.